ഉദ്ദേശിച്ച പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ബ്രീതിങ് എക്സസൈസിലൂടെ പോവാം. ഒന്നുമില്ല, നമ്മൾ ഉള്ളറിഞ്ഞൊന്ന് ശ്വാസം എടുക്കാം, റിലീസ് ചെയ്യുക, അത്ര മാത്രം, ഒരു 3 പ്രാവശ്യം. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടിരിക്കുക. ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്. ശ്വാസം സാവധാനം, എത്ര സ്ലോയിലാണോ പറ്റുക അത്രയും പതുക്കെ ഉള്ളിലേക്ക് എടുക്കാം. പതിയെ റിലീസ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Then release. Take a deep breath. Release. And relax. നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെല്ലെ കണ്ണ് തുറക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം, വീഡിയോയിലല്ല, ഒരു ലിങ്ക് തന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിരുന്നു നല്ല കുട്ടിയാവാൻ കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്നൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ. കുറെ പേര് ചെയ്തിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയാം. ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കും, നല്ല കുട്ടിയാവാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ നമ്മളെ ശ്രദ്ധ കുറെ നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ചീത്ത കാര്യം എന്നല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പകരം എന്തെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് നമ്മളൊരു കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ, നമ്മളെ ചിന്ത വേറെ, നമ്മളെ ഫോക്കസ് വേറൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതുകൊണ്ട് ഉണ്ടാവാനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഇന്നെ കൊണ്ട് വയ്യ, അതെന്നെ പണി, എന്നും തന്നെ പണി, രാവിലെ എണീച്ചത്, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന്റെ പകരമായിട്ട് ഒരു നല്ല കുട്ടിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് പണികൾ ചെയ്യുന്നതിന്റെ ഇടയിലും എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, അതായത് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ച് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു നല്ല കുട്ടിക്ക് വേണ്ടത്, നമ്മൾ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്ത മാറി എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളെ കുട്ടീനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. എന്തൊക്കെയാണ് എന്റെ കുട്ടി ചെയ്യണ നല്ല കാര്യങ്ങൾ, കാരണം നമുക്കിത് ലിസ്റ്റ് ഡൗൺ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. എന്റെ കുട്ടി രാവിലെ എണീക്കുന്നുണ്ട്, അല്ലെ, ഒരു കൃത്യസമയത്ത് എന്റെ കുട്ടി എണീക്കുന്നുണ്ട്, എന്റെ കുട്ടിക്കുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഇങ്ങനെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിലേക്കാണ് നമ്മൾ എനർജി പോവാന്നുള്ളതാണ്. വേർ ദ ഫോക്കസ് ഗോസ് ദർ ദ എനർജി ഗോസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് എന്തിലേക്കാണോ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത്, ഇപ്പൊ നല്ലൊരു കുട്ടി എന്നതിലേക്കാണ് നമ്മളെ കുട്ടിയുടെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജവും ഒക്കെ ആ നല്ല കുട്ടിയെ കണ്ടെത്തുന്നതിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പോലും അറിയാതെ, നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടുകൾ ഒന്നും എടുക്കാതെ നമ്മളെ കുട്ടികൾ ഇങ്ങനെ നന്നായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റേ നമ്മൾ സാധാരണ എന്താ ചെയ്യല്, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ, എന്തെങ്കിലും പണി അവിടെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാവും, അവിടെ എന്തോ പണി ഉണ്ടാക്കണം, ഇതാണ് നമ്മളെ, ഇപ്പൊ ഇന്ന് എന്ത് പണിയാണ് അവ ഉണ്ടാക്കാൻ പോണത്, ഇതൊക്കെയാണ് നമ്മളെ ചിന്ത സാധാരണ പോവുക. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയും സംഭവിക്കുക. അല്ലാതെ അത് കുട്ടീന്റെ കുഴപ്പമില്ല, പലപ്പോഴും അത് നമ്മുടെ ചിന്തയുടെ കൂടി കുഴപ്പമാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്ത എപ്പോഴും എന്റെ കുട്ടീന്റെ നല്ല ക്വാളിറ്റി എന്താണെന്ന് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതലായിട്ട് നമ്മളെ കുട്ടീന്റെ നല്ല ക്വാളിറ്റി കാണാൻ പറ്റും. പോരാത്തിന് നമ്മളെ ചിന്ത എപ്പോഴും അതാണ് എന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളായിട്ട് മാറുന്നതാണ്. നല്ല കുട്ടി എന്താണെന്ന് നമുക്ക് കുറെ ആളുകൾക്ക് നല്ല ധാരണ ഉണ്ട്. ഒരുപാട് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു 100ഓളം നല്ല കുട്ടീന്റെ ക്വാളിറ്റീസ് എഴുതിയ ഒരു ലിസ്റ്റ് ഇപ്പൊ ഉണ്ട്. പിന്നെ അതൊക്കെ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, ഇത്രയൊക്കെ നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു ഉമ്മ ആദ്യം ഉണ്ടാവണം. ഉമ്മ എന്നല്ല, ഒരു പാരന്റ് ആദ്യം ഉണ്ടാവണം. ഉമ്മയാവും ഉപ്പയാവും ക്വാളിറ്റീസ്, പക്ഷെ അത് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അപ്പൊ നമ്മൾ ഓരോ ക്വാളിറ്റീസും ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ എന്റെ കുട്ടിക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവാൻ
ഞാൻ എന്താണ് ചെയ്യാറുള്ളത്? നമ്മളൊരു അനുസരണയുള്ള കുട്ടിയാവണം. അപ്പൊ നമ്മൾ അടിച്ചിട്ടാണോ അനുസരണ പഠിപ്പിക്കുന്നത്? അപ്പൊ അടിച്ചിട്ടാണ് അനുസരണ പഠിപ്പിക്കണമെങ്കിൽ നമ്മളെ കണ്ണിൽ നിന്ന് മറയുന്നതോടെ, നമ്മളെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ആ കുട്ടി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലെ? നമ്മളെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടാൻ വേണ്ടി കാത്തു നിൽക്കായിരിക്കും വരുന്നുള്ള. നേരെ മറിച്ച് സ്നേഹത്തിലൂടെയും കരുതലിലൂടെയാണ് നമ്മൾ അനുസരണ പഠിപ്പിച്ചതെന്നുണ്ടെങ്കിൽ, നമ്മളില്ലെങ്കിലും നമ്മുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാല്, ഇത് ചെയ്തത് എന്റെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മക്ക് അതൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അല്ല, എന്റെ ഉമ്മ എന്നെ അത്രയും വിശ്വസിക്കുന്നുണ്ട്, എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എന്റെ ഉമ്മ എന്നെ എത്രത്തോളം എന്നെ വിശ്വസിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഞാൻ നിൽക്കേണ്ടത്. അപ്പൊ ആ വാല്യൂ അവർക്ക് ഉണ്ടായാലും അവരത് ബ്രേക്ക് ചെയ്യൂല. അല്ലാത്ത കുട്ടികളാണ് ഹോസ്റ്റലിലൊക്കെ ചേരുമ്പോ കൈമന്ന് പോണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പിടിയും ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടീനോടത്തുനിന്ന് ഒരങ്ങട്ട് രക്ഷപ്പെടുമ്പോ ഉണ്ടാവും ഒരു കളിക്കും. നേരെ മറിച്ച് നമ്മൾ ഓൾറെഡി ഫ്രീ ആക്കിയാണ് അവരെ വളർത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാം നമ്മളടുത്ത് വന്ന് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ രക്ഷിതാവ് എങ്ങനെയാണ് നമ്മളോടുള്ളത്? നമ്മൾ രക്ഷിതാവാണല്ലോ. അതായത് നമ്മൾ ഉമ്മ ഉപ്പ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു രക്ഷിതാവിന്റെ റോളിൽ നിൽക്കുമ്പോൾ, നമ്മളുടെ രക്ഷിതാവ് എന്ന് പറയപ്പെടുന്ന നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ എങ്ങനെയാണ് നമ്മളെ അടുത്തുള്ളത്? അനങ്ങിയ നമ്മളെ ശിക്ഷിക്കുന്ന കോലത്തിലാണോ? നമ്മളെ നെട്ടിച്ച് അനുസരിപ്പിക്കുന്ന രീതിയിലാണോ? അല്ലല്ലോ. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾ പശ്ചാത്തപിച്ച് തിരിച്ചു വരൂ, ഞാൻ പുറത്തു തരാന്നാ പറഞ്ഞു. അപ്പൊ അത്രയും അതുപോലെ തന്നെയാണ് നമ്മൾ ആവേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കുട്ടിന്റെ അടുത്ത് നിന്ന് ഒരു അബദ്ധം പറ്റി, നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ പോലും ആ കുട്ടിനോട് എന്താ പറയാ? കുട്ടി അങ്ങോട്ട് വീണു, എവിടെ നോക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാണ് ചീത്ത പറയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ മനഃപൂർവ്വം വീഴുവോ? ആരെങ്കിലും വീഴുവോ? നമുക്ക് ആ വീണ ആൾക്കാർ തന്നെ വേദനയാവാ. പക്ഷെ ഒരു വീണ കുട്ടിനോട് പോലും നമ്മൾ പറയാ, നമ്മുടെ ഒരു സ്നേഹ കൂടുതലിന്റെ പ്രകടനമായിരിക്കാം, പക്ഷെ അത് പറച്ചിൽ എന്താണ്? എവിടെ നോക്കി അടക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതോടെ പിന്നൊരു സ്ഥലത്ത് വീണ കുട്ടി പറയില്ല, അത് വീണ വേദന. അതിന്റെ പുറമെ നമ്മളെ ചീത്തയും കൂടെ കേൾക്കണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ പറയാതിരിക്കണമല്ലോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതുകൊണ്ട് കുട്ടികൾ മിണ്ടാണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മളോട് ഷെയർ ചെയ്യൂല. അപ്പോ അവരുടെ എന്ത് മിസ്റ്റേക്സും പറയാൻ പറ്റുന്ന അല്ലെ? പക്ഷനോട് അങ്ങനെയല്ലേ പറയാൻ പറ്റും. നമുക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള ഒരു സ്പേസ് അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ എന്ത് അബദ്ധം പറ്റിക്കഴിഞ്ഞാലും വളരെ ഓപ്പൺ ആയി എന്റെ ഉമ്മാന്റെ അടുത്തോ എന്റെ ഉപ്പാന്റെ അടുത്ത്, നമ്മളെ ഫാദർ മദർ ഫിഗറിലുള്ളവരുടെ അടുത്ത് പോയി ഷെയർ ചെയ്യാം എന്ന ഒരു ഉറപ്പ് നമ്മളെ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഉണ്ടാക്കുന്ന മാജിക് എന്ന് പറഞ്ഞാൽ കുറച്ചേരിക്കില്ല. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്ന് കേൾക്കണം. ഇനിയിപ്പൊ ഇന്ന് എന്തൊക്കെയാണോ ഒപ്പിച്ച് വന്നിക്കണത് എന്നുള്ള കോലത്തിലാകരുത് വൈകുന്നേരം സ്കൂളിൽ തന്ന കുട്ടീനോട് എന്താ ഇന്നത്തെ വിശേഷമൊക്കെ എന്ന് പറയേണ്ടത്. അതിന്റെ പകരം പൂർണ്ണമായും ഓപ്പൺ ആയിട്ട് എന്താ വെച്ചാ പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും കുലുങ്ങൂല വേണ്ടിയത്. ഇപ്പൊ നമ്മളിപ്പോ ഈ കഴിഞ്ഞ സെഷനൊക്കെ കേട്ട പല രക്ഷിതാക്കളും കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പറഞ്ഞെന്ന് വെച്ചാൽ, 4-5 ദിവസമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ക്ഷമ ഉണ്ടാവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മറക്കുമ്പോൾ കയ്യെന്ന് പോവാണ്. കുറെ പലരും വോയിസ് അയച്ചിരുന്നു പേഴ്സണലായിട്ട്. നന്നാവണം, ഞാൻ ക്ഷമിക്കണം, ഞാൻ ക്ഷമിക്കണ്ടേന്നൊക്കെ വിചാരിക്കും. പക്ഷെ എപ്പോഴോ, അതായത് നമ്മൾ ശരീരം കൊണ്ട് ക്ഷീണിക്കുമ്പോൾ ജോലിന്റെ ഭാരം കൊണ്ടൊക്കെ ആകുമ്പോൾ 2 പ്രാവശ്യം പറഞ്ഞാൽ മൂന്നാമത്തിന് അറിയാതെ ദേഷ്യം വന്നു പോവാണ്. അത് നമ്മുടെ കൺട്രോളിലേക്ക് എങ്ങനെ വരുത്തണം എന്ന നമ്മുടെ വിവരമില്ലായ്മയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കുട്ടീന്റെ മേലെ തീർക്കുന്നത് എന്നുള്ള. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടി? നമ്മൾ പഠിക്കാൻ വേണ്ടത്, ഞാൻ ഇന്നൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യണം. അപ്പോഴാണ് ഒരു പാരന്റിനെ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് ഇഷ്യൂ ഉണ്ടായാലും വളരെ ന്യൂട്രൽ. ഇപ്പൊ ഒരു കാട്ടിൽ നിന്നൊരു കുട്ടിനെ കിട്ടി, നമ്മൾ കഥ കേട്ടിട്ടുണ്ടാവും. അതോ ഇനി ഒരു കുട്ടിനെ ആ കുട്ടിന്റെ പാരന്റ്സ് നോക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കാട്ടിൽ ഉപേക്ഷിച്ചു, അതൊരു പട്ടിക്കൂട്ടിൽ ഉപേക്ഷിച്ചു, അതെന്തോ ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിനെ കണ്ടുപിടിക്കുമ്പോൾ ഈ കുട്ടി നടക്കുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്ന രീതിയൊക്കെ മൃഗങ്ങളുടെ രീതിയാണ്. കാരണം വെച്ചാൽ അവരതാണ് കണ്ടു പഠിച്ചത്. ആ കുട്ടിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ശാസ്ത്രജ്ഞന്മാരൊക്കെ കുറെ ആളുകൾ ഈ കുട്ടിനെ കുറിച്ച് പഠനം നടത്തി ഈ കുട്ടിക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവരെന്താ ചെയ്തത്? ശാസ്ത്രജ്ഞൻ എന്നുള്ളൊരു പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരെന്താ ചെയ്തത്? കംപ്ലീറ്റ് അവരിപ്പോ പറയോ, അയ്യോ ഞങ്ങൾ ഈ ഒരു കേസ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഈ കുട്ടിക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ ആരെങ്കിലും കരയോ? ഇല്ല. അവര് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുക ചെയ്യാം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ. എന്തെങ്കിലും കുറുമ്പ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതും
നമ്മൾ എന്തോ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ കച്ചറയിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ളത്? എന്റെ ഏത് പെരുമാറ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്റെ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാല് കാര്യങ്ങൾ നല്ല സിമ്പിൾ ആണ്. അവർ കുറുമ്പളകുമ്പോ ഇതിപ്പോ ഈ ഒരു നമ്പർ ഇട്ട് വെക്കാം, ശരിയാവണില്ല കേട്ടോ, ഇതല്ല ഇതല്ല സൊല്യൂഷൻ. അപ്പൊ അടുത്തൊരു സൊല്യൂഷൻ എന്തായിരിക്കും? അതാണ് ആലോചിക്കുന്നത്. മറ്റേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മകളിൽ രണ്ട് പ്രാക്കും കൂടി പ്രാജിച്ച് അങ്ങോട്ട് പോകും. നേരെ മറിച്ച് ഞാന് എങ്ങനെ എന്ത് അടവെടുത്ത് നോക്കിയാലാണ് എന്റെ കുട്ടിനെ ഞാൻ വിചാരിച്ച വഴിക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും നല്ലൊരു രക്ഷിതാവ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്രതിമനെ ഉണ്ടാക്കുന്ന ഒരു ശില്പിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ ചോദിച്ചു ഒരിക്കൽ, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ കൊത്തി 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 ഇത്ര ഭംഗിയുള്ള പ്രതിമകൾ ഉണ്ടാക്കുന്നത്? എന്ത് സ്കില്ലാണ് നിങ്ങൾക്ക്? അപ്പൊ അയാൾ പറഞ്ഞെന്താ വെച്ചാല്, അതിന് ഞാന് പ്രതിമ ഉണ്ടാക്കല്ലല്ലോ, ഞാൻ ആ കല്ലിൽ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അതിലാ പ്രതിമ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള രൂപം ആ കല്ലിലുണ്ട്. എനിക്ക് ആവശ്യമില്ലാത്ത ആ പ്രതിമക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഞാൻ അങ്ങനെ കൊത്തി ഒഴിവാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയല്ലേ വലിയ പാറക്കല്ല് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കുന്നത്? ആവശ്യമില്ലാത്ത ഭാഗം ഇങ്ങനെ കൊത്തി 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 ഒഴിവാക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പാരന്റിങ്. എല്ലാവരുടെ ഉള്ളിലും നല്ലൊരു രക്ഷിതാവുണ്ട്. നമ്മളെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ അവരെ അടിച്ചിട്ട് ഉറക്കി കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. നമ്മൾ കുറെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും വേണ്ടിയില്ലേ ഇനി. അതിന്റെ കാരണം എന്താ? നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് നല്ലൊരു രക്ഷിതാവ്. ആ രക്ഷിതാവിനെ എങ്ങനെ നന്നാക്കി പുറത്തു കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിലെ ചീത്തയായ രക്ഷിതാവിന്റെ ക്വാളിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയത്, അതിനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള നല്ല രക്ഷിതാവ് പുറത്തു വരും. ഒരു വജ്രം കുറെ ചണ്ടിന്റെയും ചമ്മലിന്റെയും ഒക്കെ ഇടയിൽ കിടക്കാന്ന് വിചാരിക്കുക, അതിന്റെ മുകളിലുള്ള വേസ്റ്റ് ഒക്കെ ഒഴിവാക്കുമ്പോൾ, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുമ്പോൾ ആ നല്ല സാധനം തെളിഞ്ഞു വരും. അത് നമ്മളെ കയ്യിൽ കിട്ടുന്നുള്ള. അപ്പൊ എല്ലാവരും നല്ലൊരു രക്ഷിതാവിന്റെ അടുത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നല്ലൊരു രക്ഷിതാവുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടും നമ്മൾ പഠിച്ചെടുത്ത കുറെ രീതികൾ കൊണ്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ആ നല്ല രക്ഷിതാവ് കുറെ ഉള്ളിലാണെന്ന് മാത്രം. അതിന് നമ്മളൊന്ന് കറ തട്ടി പൊടി നീക്കി പുറത്തെടുത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ രക്ഷിതാവിന്റെ പൊരുത്തം എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രസക്തി. നമ്മളിപ്പോ ഒരു കാര്യം വിചാരിക്കാം, നമ്മളെ കുട്ടീനെ, ഇപ്പൊ ഞാൻ എന്റെ കുട്ടീനെ ആ കുട്ടിക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ശരിയാക്കി കൊടുത്തിട്ട് ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചു വിചാരിക്കാം. എന്റെ വീട്ടിൽ എന്റെ കുട്ടികളെ നോക്കാൻ ഒരു താത്ത വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ താത്താനെ ഏൽപ്പിച്ചു, അവർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ട്, അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. എല്ലാം ഏൽപ്പിച്ച് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിനെയാണോ ചീത്ത അറിയേണ്ടത്, അയാളെയാണോ ചീത്ത അറിയാം? സ്വാഭാവികമായിട്ടും നമ്മൾ ആരെയാണോ നോക്കാൻ ഏൽപ്പിച്ചത് അയാളെയാണ് നമ്മൾ കംപ്ലൈന്റ് പറയാം. നമ്മളെ കുട്ടികളൊന്നും നമ്മളെ കുട്ടികളല്ല ശരിക്കും, അല്ലല്ലോ. നമ്മളെ പോലെ തന്നെ മറ്റൊരു ജീവിതങ്ങളാണ് ഓരോന്നും, മറ്റൊരു വ്യക്തികളാണ് ഓരോന്നും. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള അതേ ദൈവം തന്നെ നമ്മളിലൂടെ അവന്റെ മറ്റൊരു സൃഷ്ടിനെ പുറത്തു കൊണ്ടുവന്നാണ്. അപ്പോ ആ കുട്ടിക്കുള്ള ഭക്ഷണം നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്, ഇല്ലേ? കുട്ടി ജനിച്ചു വീണ്ടാണ് നമുക്ക് പാലുണ്ടാവുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ ബോഡി അതിനനുസരിച്ച് മാറി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആ കുട്ടിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മളടുത്ത് തന്നിട്ടുണ്ട് എന്നുള്ള സ്നേഹം തന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഉണ്ടായി വന്ന കുട്ടിനോട് എന്തൊരു സ്നേഹമാണ്. അപ്പൊ നമ്മൾ ആ കുട്ടി എത്ര കാലം നമ്മളെ കുഞ്ഞായിരിക്കുന്നു അത്രയും കാലം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സ്നേഹം നമ്മളെ ഉള്ളിൽ പഠിച്ചു നിറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം നമ്മളെ കയ്യിലുണ്ട്. അവർക്ക് എന്തൊക്കെയാണോ ഈ ജീവിതത്തിൽ ആവശ്യമുള്ളത് ആ സെറ്റപ്പുകളോടൊക്കെ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴാണ് നമ്മളെ നിന്ന് പാഴണത്? നമ്മള് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ കുട്ടീനെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുക. കാരണം നമ്മൾക്കൊരു തീരുമാനം ഉണ്ടാവും, ഇന്ന് ഇങ്ങനെയൊക്കെയാണ് വളർത്തിയിട്ടുള്ളത്, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വളർത്തുള്ളൂ എന്നൊരു തീരുമാനം. അല്ലെങ്കിൽ നമ്മൾ എവിടെക്കോ കേട്ട കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാണ് നല്ലൊരു ഉമ്മ, നല്ലൊരു ഉപ്പ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പോണം നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം നമ്മൾ എന്താ വെച്ചാല് കാലം മുന്നോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും കാലം ബാക്കിലേക്ക് പോകുന്നില്ലല്ലോ. മനുഷ്യന്മാര് മാത്രാണ്, അതും ഈ പാരന്റിങ് റിലേറ്റ് ചെയ്ത കാര്യത്തിനാണ് ബാക്കിക്ക് പോകുന്നത്. കാരണം നമ്മളെ കുട്ടികളെ അവരുടെ പുതിയ ടെക്നോളജികളിലും അവരുടെ പുതിയ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല്
അവരുടെ ലെവലിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് അവരുടെ ലെവലിലേക്ക് വളരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലിലേക്ക് അവരെ ബാക്കൊക്കെ പിടിച്ച് വലിക്കരുത്. കാരണം അവർ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തല്ലേ. ഈ കാലത്ത് എല്ലാ സംവിധാനങ്ങളോടെയാണ് അവർ ജീവിക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത്, ഞാനൊന്നും പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊക്കെ പണ്ട് ഇങ്ങനെ നടന്നിട്ടാണ് സ്കൂളിൽ പോയത്, ഞാനൊക്കെ പണ്ട്, നമ്മളെ ഉമ്മമാരെ നമ്മളോട് പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഞാനൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് അങ്ങനെയാണ്. ഇനും അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നതാണ് ഇന്നത്തെ കാലം. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇനിയും ജീവിക്കണം. നമ്മളിപ്പോഴും എവിടെ ജീവിക്കുന്നത്? ഉമ്മമാരെ കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ അപ്ഡേറ്റ് ആവാത്തോണ്ടാണ് നമ്മളും മക്കളും തമ്മിലുള്ള പൊരുത്തം, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവണം. ഇനി അപ്പൊ പഠിച്ചോണ്ട് നമ്മളെ കയ്യില് കുട്ടികൾക്കുള്ള പൊരുത്തൊക്കെ തന്നേൽപ്പിച്ച വിട്ടേ നമ്മളാണ് അതിനെ എന്താക്കണത്, ഒരു ആയുധമാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് അവർ ഈ പൊരുത്തം വെച്ച് അനുഗ്രഹിക്കാം. നമ്മൾ എന്താ ചെയ്യണേ? ഇന്റെ പൊരുത്തങ്ങാൻ കിട്ടിയില്ലെങ്കിൽ അന്റെ കഥ നീ നോക്കണ്ട, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇന്റെ പൊരുത്തല്ല എന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് എന്റെ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ വെറുതെ ഇട്ട് ഭീഷണിപ്പെടുത്തും. അതല്ലേ പറയാ, എന്നെ കൊണ്ടൊക്കെ എന്നെ കൊയങ്ങിക്കണം, ഒരു കാലത്ത് നന്നാവില്ല. നമ്മൾ ചിലപ്പോ നമ്മുടെ ഒരു സമയത്ത് വന്ന ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കുട്ടിന്റെ ഉള്ളിലേക്ക് എന്താണ് കയറുക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയില്ല. അവരുള്ളിൽ അത് അവിടെ കുടുങ്ങി കിടക്കണ്ടാവുന്നുള്ള. ഇതൊന്നും നന്നാവാൻ പോണില്ല, എന്നെ കുടുങ്ങി നേട്ടങ്ങടക്കണം, ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരത്തിൽ വരുന്ന ഡയലോഗുകൾ. നമ്മൾ ഈ ഡയലോഗുകളിൽ മാറ്റം വരുത്താത്ത നമ്മുടെ കുട്ടികൾ ഒരുപാട് മാറും. നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ കുട്ടികളോട് പറയുന്നത്. നമ്മൾ പറയണത് തന്നെ ഓരോ നമ്മളോട് കാണിക്കുക. നേരെ മറിച്ച് ഇനി എത്ര കച്ചറ കളിക്കണ കുട്ടിയാണെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കുട്ടി എന്തൊരു ഗുഡാന്ന് പറഞ്ഞാല് അവരിങ്ങനെ തണുക്കും, ഐസ് പോലെ തണുക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട നമ്മുടെ കയ്യിലുള്ള സാധനമാണ് അവരുടെ പൊരുത്തം എന്നുള്ളത്. അത് നമ്മളെ കയ്യില് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ സൃഷ്ടിച്ചവൻ തന്നു വിട്ടിട്ടുള്ള സാധനമാണ്. അത് നമ്മൾ കൊടുക്കാതിരുന്നാൽ അതിന്റെ കുറ്റക്കാർ നമ്മളാ, ഓരല്ല. ഓരോട് അത് നിങ്ങൾ വാങ്ങിയെടുത്തോളി എന്ന് പറഞ്ഞയച്ചിട്ടില്ല, നമ്മളോട് പറഞ്ഞതാണ്, രക്ഷിതാക്കളോട് പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം. കുട്ടികളല്ലേ. നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത്രയും ഒന്നുമില്ല, നമ്മൾ അത്ര മൂത്തതല്ലേ, ഇത്ര മൂത്തിന്റെ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണ്ടേ? വേറെ ആരെങ്കിലും അടക്കട്ടെ, നമ്മളല്ലേ നമ്മൾ മെച്യൂർഡ് ആണെന്നുള്ളതിന്റെ ഒരു മെച്യൂരിറ്റി കാണിക്കേണ്ടത്. നമുക്ക് ഇത്രയും കൊല്ലത്തെ ഞാൻ എന്നെക്കാട്ടിയൊക്കെ കുറെ പെരുന്നാൾ കണ്ടതാ എന്ന് നമ്മൾ പറയുമ്പോ അതിന്റെ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണ്ടേ? നമുക്കാണ് ഓരെക്കാട്ടി മുമ്പ് ദേഷ്യം വരിക, നമ്മളാണ് ഓരെക്കാൾ മുമ്പ് വയലന്റ് ആവുക. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാനുള്ള പൊരുത്തം എന്ന് പറയുന്നത് നമ്മളെ കയ്യില് തന്നു വിട്ടതാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോണുകളൊക്കെ നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് കാര്യം, അതുകൊണ്ടാണ് നമുക്ക് പേടി വരുമ്പോഴേക്ക് നമ്മളെ കൈയും കാലം വരക്കുന്നതും വായിൽ വെള്ളം പറ്റുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ നമ്മളെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഒറ്റ സമയം കൊണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന് വേണ്ട പാലൊക്കെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോ കുട്ടിക്ക് കരുണ കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കരുതലോടെ കാണാനും ഒക്കെ ഉള്ളത് നമ്മളെ ഉള്ളിൽ സെറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കാത്തിടത്തോളം കാലം അത് നശിച്ചു പോകും. നമ്മൾ അതിന്റെ കൂടെ കുട്ടികളും കൂടെ നശിച്ചു പോകും എന്നുള്ളതാണ്. അപ്പൊ അത് വിചാരിക്കണ്ട. കുട്ടികൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ അധികാരത്തിൽപ്പെട്ട സാധനമല്ല. നമ്മളെടുത്ത് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തോളി എന്ന് പറഞ്ഞ് തന്നേൽപ്പിച്ച ഒരു സാധനമാണ്. അത് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അത്രയും സറണ്ടറൻസോടെ പ്രാർത്ഥിക്കാം. പല ആളുകൾക്കും രണ്ട് പക്ഷമാണ്. അത് പറഞ്ഞതിന് എന്നെ അടിക്കാൻ വരുന്നത് എന്താ വെച്ചാല്, നമ്മൾ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും, പഠിച്ചവനെ എന്റെ കുട്ടികളെ നല്ല കുട്ടികളാക്കണേ, ഞാൻ അന്നെ ഏൽപ്പിച്ചിക്കണ്, ഇജ എന്താച്ചാലും ഓരോ നല്ല വഴിക്ക് നടത്തണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. അറബിയിലൊക്കെ ഉള്ള പ്രാർത്ഥന റബ്ബന ഹബ് ലനാ എന്നൊക്കെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കും. നിസ്കാരപ്പായ നീക്കടിന് മുമ്പ് നമ്മൾ ആലോചിക്കൽ തുടങ്ങുക എന്താണ്? സ്കൂൾക്കൊക്കെയാണ് പോയിക്കണ്, കള്ളും കഞ്ചാവും ഒന്നും അടിച്ചാൽ ഞാൻ മതിയേനി, ഏതേലും ചെക്കന്മാരൊപ്പം പോവാൻ ഞാൻ മതിയേനി. ഇതാണ് നമ്മളെ പിന്നത്തെ ആലോചന. അപ്പൊ ഏത് സൃഷ്ടാവിലാണ്, ഏത് ശക്തിയിലാണ് നമ്മളപ്പോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ശരിക്കും ഒക്കെ നിങ്ങളെ അടുത്ത് സേഫ് ആട്ടാന്ന് പറഞ്ഞാൽ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കേണ്ട രീതി എന്താണ്?
ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടോന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ കുട്ടിന്റെയും സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോ ഓനെ നോക്കണേന്ന് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ് അവന് ഏറ്റവും ബെസ്റ്റ്. ഒരു ഉറുമ്പിനെ വിചാരിക്കാം. ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം കണ്ടു. അപ്പൊ ഉറുമ്പ് അതിമ്മക്ക് ഇങ്ങനെ നോക്കുമ്പോ ഉറുമ്പിന് എന്തേ കാണൂ? നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ചോടൻ ഉറുമ്പിന് വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചെറിയൊരു കല്ല് കാണുമ്പോഴും ചെറിയൊരു കല്ല് കാണുമ്പോഴും ഉറുമ്പിനെ സംബന്ധിച്ച് അത് വലിയൊരു പർവ്വതം പോലെയാണ് ഫീൽ ചെയ്യുക. നേരെ മറിച്ച് നമുക്ക് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിനെ ഒരുപാട് മുകളിലിരുന്ന് നമ്മളെ നോക്കിക്കാണുന്നവൻ അങ്ങനെ ഇരിക്കുമോ? അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണത്? നമ്മളോട് ഇപ്പൊ അങ്ങനെ ഒരു ഉറുമ്പ് പറയാണ്, എനിക്ക് ഇതിന്റെ അപ്പുറം കടക്കാൻ കഴിയില്ല, അത് വലിയൊരു പ്രശ്നമാണ്, ഇതൊക്കെ എന്താവുക നിനക്കറിയാം, ഞാൻ ഇവിടുന്ന് കടന്ന് അപ്പുറത്തെത്തുമ്പോഴത്തേന് ഞാൻ ആകെ കുഴങ്ങി പോകും, പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനോട് പ്രാർത്ഥിക്കണ പോലെ. അപ്പൊ എന്നിട്ട് ഉറുമ്പന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാലും എന്നെ അപ്പുറത്ത് കൊണ്ടാക്കാൻ പറ്റും, എനിക്ക് തന്നെ മനസ്സിലാവുണ്ടല്ലോ ഇത് വലിയൊരു കല്ലാണ്, ഇത് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുണ്ടല്ലോ എന്ന് ഉറുമ്പ് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? എന്നാ അവിടെ കിടന്നോ, എനിക്കൊരു വിഷയമില്ലടോ, അന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കല്. നമുക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മളെ കണ്ണിൽ കാണാൻ പറ്റില്ലേ? ഒരു കല്ലിന് മുമ്പിൽ ഒരു ഉറുമ്പ് നിൽക്കുമ്പോൾ അതിനെ അങ്ങേപ്പുറത്തേക്ക് എടുത്തേക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസ്ക് ആണോ? അല്ലേ? അത്ര തന്നെ ഉള്ളു പഠിച്ചവനും. എന്തിനും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നമ്മൾ കുട്ടികളെ നമുക്ക് എത്ര ഫ്രീ ആക്കി വിടാൻ പറ്റുമോ അത്ര ഫ്രീ ആക്കി വിടാം. അതിനർത്ഥം ഒരു നിയന്ത്രണവും ഇല്ലാതെ കയറൂരി വിടണമെന്നോ തോന്നിയ മാതിരി വിടണമെന്നോ അല്ല. നമുക്ക് എല്ലാ അധികാരങ്ങളും തന്നിട്ടുണ്ട് എന്ന് കരുതി നമ്മളെ അധികാരം അവരുടെ മേലെ തീർക്കാനുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്റെ കുട്ടി ചെയ്താലും എന്റെ അനുഗ്രഹവും എന്റെ പ്രാർത്ഥനയും എപ്പോഴും എന്റെ കുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊരു ഉറപ്പ് മാത്രമാണ് കുട്ടിക്ക് വേണ്ടി നമ്മൾ നമ്മളെ മനസ്സിൽ വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ വെറുതെ നന്നാവും. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. അപ്പുറത്തെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും, എന്റെ കുട്ടിയോ എന്റെ കൂടെ പഠിക്കണത്. എന്നിട്ട് നമ്മൾ ആ കുട്ടികളെ പോയിട്ട് വെറുതെ ഇങ്ങനെ ചൊറിയും, എന്റെ ഫ്രണ്ട്സ് അങ്ങനെ കേട്ടോ, എന്റെ ഓര് ഇങ്ങനെ കേട്ടോ, എന്റെ മറ്റോര് ഇങ്ങനെ കേട്ടോ. കുട്ടികൾ പിന്നെ നമ്മളോട് ഉണ്ടൂല, പറയേയില്ല, ഒന്നും പറയില്ല. അപ്പൊ കുട്ടികളോട് അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് സംസാരിക്കുക. അല്ലാതെ നമ്മൾ എന്തോ ഒരു ഹൈ പവറുള്ള ഒരാൾ നിന്നിട്ട് ഓരെങ്ങനെ മിണ്ടാണ്ടക്ക് അങ്ങനെ ആക്കല്ല ഇങ്ങനെ ആക്കല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരുങ്ങി ഇറങ്ങിയാല് കുട്ടികൾക്ക് പിന്നെ നമ്മളൊരു ഒച്ചയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓരൊക്കെ മൈൻഡ് ആക്കൂല. അമ്മ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു ഭാവേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഓരങ്ങനെ ഇരിക്കും. നല്ല കുട്ടികളാണെങ്കിൽ പ്രതികരിക്കൂല, അല്ലാത്തവരാണെങ്കിൽ ഇത് എന്നും ഇങ്ങനെ കേൾക്കുമ്പോ ഇതാണ് ഒരു പഠിക്കുന്നത്. ഒരു പഠിക്കുന്നത് എന്താണ്? നമ്മൾ താഴെയുള്ളവരോട് നമുക്ക് ഇങ്ങനെ ഒച്ചയിടാം, അല്ലെ? നമ്മളെ താഴെയുള്ളവരോട് ഒച്ചയിടാം. അപ്പൊ ഒരു മനസ്സിലാക്കണം എന്താണ്? ഓ, നമ്മളൊരു വലിയ ആളൊക്കെ ആയിക്കഴിഞ്ഞാല് നമുക്ക് ഒച്ചയിടാം, ഒന്ന് പൊട്ടിക്കൊക്കെ ചെയ്യാം, ഒന്നും പ്രശ്നമില്ല, അതൊക്കെ അലൗഡ് ആണ് എന്നൊരു ചിന്തയാണ് കുട്ടികൾക്ക് വരിക. കാരണം അവരതാണ് കാണുന്നത്, അവരതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ആവശ്യമില്ലാത്ത നിയന്ത്രണം. അപ്പൊ ഒരു ചുമരിൽ ഒരു കുട്ടികളെ കുത്തി വരയ്ക്കുന്നതിന് വരെ മൃഗീയമായിട്ട് വരെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം. പക്ഷെ ഒരു കുട്ടിയെ നമ്മൾ കുട്ടിയായിട്ടിരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാല് ആ കുട്ടി വെറുതെ നന്നായി വരും എന്നുള്ളതാണ്. ഒരു ചുമരിൽ ഒരു കുട്ടി വരച്ചതിന്റെ പേരിലോ എന്തെങ്കിലും ഒരു സാധനം ആ കുട്ടിന്റെ കയ്യിൽ നിന്ന് കേടായി പോയിന്റെ പേരിലൊക്കെ നമ്മൾ അവരെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുന്ന ചില മുറിവുകളുണ്ട്. ചുമര് ചിലപ്പോ 2 കോട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞാല് ഫുൾ ക്ലീൻ ആവും. പക്ഷെ നമ്മൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുന്ന ആ മുറിവ് ഒന്ന് ചെയ്താലും പിന്നെ മായ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അടുത്ത് പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക്, കുഞ്ഞു കുട്ടികൾ, എന്റെ വീടിന്റെ ചുമര് എന്ന് പറഞ്ഞാലും വല്ല എന്താ പറയുക, ആർട്ട് ഗാലറിയിൽ പോയ മാതിരിയാണ്. ക്രയോൺസ്, സ്കെച്ച്, പെൻസിൽ, ഫുൾ കല പരിപാടിയാണ്. നമ്മൾ എന്താ വിചാരിച്ചിരിക്കണെന്ന് വെച്ചാല് ഒരു 3-4 വർഷം കഴിഞ്ഞ് അവർക്ക് വലുതാവും, പിന്നെ ഇവരാരും പഠിക്കും നിൽക്കൂല. അപ്പൊ 2 കോട്ട് പെയിന്റ് അടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ വരുന്നവരും പോകുന്നവരൊക്കെ നമ്മളോട് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ അത്രയ്ക്കാണ് മൈൻഡ് ആക്കേണ്ട വെച്ചാൽ നമ്മൾ ഈ ആളുകളെ ഇടയിലിട്ട് അതൊക്കെ ഇതിന്റെ പണിയാണ്, ഇവനെ കൊണ്ട് ഞാൻ ഇടങ്ങേറായിക്കോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സർട്ടിഫിക്കറ്റ് ആയി എന്നുള്ളതാണ്. പിന്നെ പിന്നെ ഓരോ അതിനായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം,
അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പിന്നെ എന്താണോ അവർ ചെയ്യുന്നത് അത് അവരുടെ നല്ലതിനുള്ളതായിരിക്കും എന്ന് നമ്മളൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാല് നമ്മളെ ചിന്ത ഈ നെഗറ്റീവ് തന്നെ ഇങ്ങനെ പോവില്ല. അല്ലെങ്കിൽ നമ്മളെ ചിന്ത എങ്ങോട്ടാ പോവാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കുവോ, എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി വെക്കുവോ, എവിടെയെങ്കിലും വീഴുവോ, ആരെങ്കിലും കൂടെ പോവോ, ഇങ്ങനെ നമ്മൾ ആലോചിച്ചുണ്ടാക്കുമ്പോ കുട്ടി അധികം അങ്ങനെ പോകും. കാരണം എന്താ വെച്ചാൽ അത്രയും പവറാണ് ഒരു രക്ഷിതാവിന്റെ ചിന്തക്കും കുട്ടിക്കും തമ്മിലുള്ളത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിന്റെ അടുത്ത് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബെഡിൽ മുദ്രയിക്കുന്ന ശീലമൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അതുപോലും മാറും എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ ആ കുട്ടിനോട് ഇങ്ങനെ പറയാം. എന്റെ മോനൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അവന് ഇഷ്ടം. അവിടെ പോയി അവന് ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ കുട്ടീന്റെ അടുത്ത് നമ്മളിങ്ങനെ പറയും, അമ്മാന്റെ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല അനുസരണമുള്ള കുട്ടിയാണ്, നല്ല കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള അറിവ് എനിക്കുണ്ട്. ഇങ്ങനെ നമ്മൾ എന്താണോ അവരിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് അത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനോട്, ഉണർന്നിരിക്കണം എന്ന് പോലും ഇല്ല, ഉറങ്ങിക്കിടക്കുന്ന കുട്ടീന്റെ അടുത്തിരുന്ന് ഒച്ചത്തിൽ പറയണമെന്ന് പോലും ഇല്ല, നമ്മൾ മനസ്സിൽ ഉള്ളിൽ തട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടികളുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കൂല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും, ആ ശരിയാണല്ലോ, ഇവനിങ്ങനെ ഭയങ്കര മടിയാണല്ലോ സ്കൂളിൽ പോവാനെ, അതൊക്കെ മാറിയില്ലേ. നെട്ടും. അത്ര പവർ ഉണ്ട് ഒരു പാരന്റിന്റെ ചിന്തക്ക് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്താ ആലോചിക്കുക, ഒരു ബസ്സിൽ എന്റെ കുട്ടീനെ പറഞ്ഞാ ബസ് കുത്തോ എന്റെ കുട്ടി ഇതിനാണല്ലോ പോണെ. എവിടുന്നൊക്കെയാണോ സങ്കടം വലിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുക അതൊക്കെ ആലോചിച്ചുണ്ടാക്കി നമ്മൾ സങ്കടപ്പെടാനായിട്ടിരിക്കും, ടെൻഷൻ അടിക്കാനായിട്ടിരിക്കും. നമ്മൾ ഈ ടെൻഷൻ ഫുള്ള് നമ്മൾ ആ കുട്ടിക്കാ തീർക്കുക. സംഗതി നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് സ്നേഹമായി തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. കുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ടെത്താൻ കുറച്ച് ലേറ്റ് ആയി എന്ന് വിചാരിക്കാം. നമുക്ക് ആകെ ടെൻഷൻ ആയിരിക്കും അല്ലെ. എന്റെ കുട്ടിക്ക് എന്താ പറ്റി, എന്റെ കുട്ടി പഠിച്ചോനെ എന്നൊക്കെ നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കലും നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൽ നിന്ന് പ്രാർത്ഥന അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണാവോ എന്റെ കുട്ടിനെ കാക്കണേ, ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തിയാൽ മതിയേനെ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മൾ പ്രാർത്ഥനന്റെ കടലിരിക്കും നമ്മള്. അപ്പൊ നമ്മൾ ആ കുട്ടിനെ ഗേറ്റിങ് കണ്ടു കഴിഞ്ഞാല് ആ കുട്ടി ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ട നമ്മളെ റിയാക്ഷൻ എന്താണ്? അത്രയേറെ നമ്മുടെ സ്നേഹമായിരുന്നു ഒക്കെ നമ്മളിങ്ങനെ ഉരുകി പ്രാർത്ഥിച്ച് ഞാൻ ആലോചിച്ചോണ്ട് ഉണ്ടാക്കി നിൽക്കേനു. പെട്ടെന്ന് ആ കുട്ടി ഇങ്ങനെ വരുന്നുണ്ട, നമ്മൾ ആദ്യം പറയുന്ന ഡയലോഗ് എന്താ? എവിടെ പോയി കിടക്കിയിരിക്കുന്നു വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങും. നമ്മളെ സ്നേഹമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ അവരെ കുറച്ചു നേരം കാണാതായപ്പോ നമ്മൾ അനുഭവിച്ച ടെൻഷനും വേദനയും ഒക്കെ നമ്മളെ സ്നേഹത്തിൽ നിന്നുണ്ടായ ഇതാ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു സത്യമാണെങ്കിലും കുട്ടിക്ക് അത് ഫീൽ ചെയ്യണത് എന്തായിട്ടാ? നല്ല ചീത്തക്കാരം. നല്ല സ്നേഹമുള്ളമാരാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കും ചെയ്യും അല്ലെ, മേലാഞ്ഞ് നേരം വൈകിയെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നമ്മുടെ സ്നേഹമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എത്ര വലിയ കുട്ടിയാണെങ്കിലും. നിങ്ങൾ കേൾക്കും, ഇപ്പൊ ഒരു ആൺകുട്ടികളുടെ അടുത്ത് ഉമ്മാന്റെ കുട്ടീനെ എങ്ങനെ നോക്കുമ്പോ എനിക്ക് പണ്ട് ചിണ്ടായ ഒരു പ്രസവിച്ച് കിടന്നപ്പോ അന്നെങ്ങനെ കണ്ട അങ്ങനെ തോന്നണം ഇങ്ങോട്ട് വന്നമ്മച്ച് ഒരു ഉമ്മ എത്ത എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ചിലപ്പോ പറയുന്നുണ്ട് ഞങ്ങളെ നോക്കാണെന്ന് പറയും. എന്താ, നമ്മളത് കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഒരുള്ളിൽ സന്തോഷമില്ലാത്ത വേറെ ഒന്നും വരൂല എന്നുള്ള. നമുക്ക് ഇഷ്ടല്ലേ നമ്മളെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നത്? നമുക്ക് ഇഷ്ടല്ലേ ഒരാൾ നമ്മളോട് ഇങ്ങനെ ചൊറിയാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്? ഇത്രയും വലുപ്പായ ഇത്രയും പ്രായമായ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ കുട്ടികളെ മനസ്സിൽ അത് എത്ര സന്തോഷം കൊടുക്കണമായിരിക്കും. പലരും വിചാരിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കേടരും എന്നുള്ള. കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കേടരുന്നു. നമ്മളടുത്ത് അത്രയും സേഫാണ് അവര് എന്ന്, അത്രയും എന്റേത് എന്നുള്ളൊരു ചിന്ത നമ്മളെ കുറിച്ച് അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടും പോകും. അവർക്കൊന്നും പറ്റുകയില്ല. നമ്മുടെ കൺട്രോളിലേ അവർ നിൽക്കുള്ളൂ. അതിനാദ്യം നമ്മൾ എന്താക്കണോ, നമ്മൾ അവര് പറയണതൊന്ന് കേൾക്കണോ, അപ്പോഴേ നമ്മൾ പറയണ അവർ കേൾക്കുള്ളൂ. അപ്പോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അവരെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക. ഒന്നും അങ്ങോട്ട് പറഞ്ഞ് തിരുത്താൻ ഒന്നും പോവേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള. കാരണം ഒന്നും പറഞ്ഞു പഠിപ്പിച്ചല്ല നമ്മൾ അവരെ വളർത്തിയിട്ടുള്ളത്. അവര് വളർന്നതും പഠിച്ചതും ഒക്കെ നമ്മളെ കണ്ടാണ്ടാണ്. ഇങ്ങനെ ചീത്ത പറയാം, അങ്ങനെ ചീത്ത പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന അതേ സെയിം ഡയലോഗിൽ വരെ അവരവരെ താഴെയുള്ളവരെ ചീത്ത പറയണ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും.
ചിലരൊക്കെ നമ്മളെ അടുത്തുനിന്ന് പഠിക്കണം. നമ്മളെ അടുത്ത് ഇങ്ങനെ സ്പോഞ്ച് പോലെ ഒപ്പിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടാണ് കുട്ടികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അവർ നമ്മുടെ പാരന്റൽ ഫിഗറിൽ വരും. ഭീഷണിയല്ല, പക്ഷെ ഒരു കാലത്ത് അവർ നമ്മളെ പാരന്റൽ ഫിഗറിൽ വരും. നമ്മളെ അവര് നോക്കുന്ന രീതിയിലേക്ക് വരും. ആ സമയത്ത് അവരുടെ അടുത്തുനിന്ന് പുറത്തേക്ക് വരിക നമ്മൾ ചെറുപ്പത്തിൽ എന്താണ് അവർക്ക് കൊടുത്തത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇനി അപ്പോ നമ്മൾ ഏതെങ്കിലും ചീത്തയ്ക്കാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും. നമ്മൾ കരുണയോടെ ആയിരുന്നു അവരെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും കരുണ വരും. കാരണം ടാങ്കിലുള്ള സാധനം പൈപ്പ് കൂടെ വരുള്ളൂ. നമ്മൾ എന്താണോ അതിന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുള്ളത് അതാ ഇപ്പറക്കുമ്പോ ഇങ്ങനെ വരിക. അപ്പൊ നമ്മൾ സ്നേഹവും കരുണയും ദയയും അൺകണ്ടീഷണൽ ആയിട്ട് നമ്മൾ അത്രയും വാരിക്കോരി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവരുടെ ടാങ്കിന്റെ ഉള്ളിൽ നിറച്ചുണ്ടാവുക അതാണ്. അപ്പൊ പൈപ്പ് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ തുറക്കുമ്പോ അതാണ് അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുക എന്നുള്ള. നേരെ മറിച്ച് നമ്മൾ ചീത്തയും തല്ലും കുത്തൊക്കെ കൊടുത്ത് നന്നാക്കാനാണ് അവരെ നോക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതാണ് അവരുടെ അടുത്തുനിന്ന് പുറത്തേക്ക് വരിക. അതിന് ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു 10-12 വയസ്സായ ഒരു കുട്ടി വയസ്സ് വരെ പൂർണ്ണമായും രക്ഷിതാവിന്റെ നിയന്ത്രണത്തിലാണ്. അത് ചീത്ത പറഞ്ഞാണ്ടോ ഒച്ചിട്ടാണ്ടോ ഭീഷണിപ്പെടുത്തിയാണ്ടോ തല്ലിയിട്ടോ ഒന്നുമല്ല. ഒരു പണിഷ്മെന്റ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിസ്കരിച്ചില്ലെങ്കിൽ വരെ അടിക്കാൻ പറഞ്ഞ് 10 വയസ്സ് കഴിഞ്ഞിട്ടാ. ആ കുട്ടീനെയാണ് നമ്മള് ഭക്ഷണം കഴിക്കാത്തീനെ. നിങ്ങൾക്കറിയോ ഒരു കുട്ടിന്റെ ആമാശയം എന്ന് പറയുന്നത് ആ കുട്ടിന്റെ കൈ ഇങ്ങനെ പിടിച്ചാൽ എത്ര വലിപ്പമുണ്ടോ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അതിക്കാണ് നമ്മളൊരു പിഞ്ഞാണ് കഞ്ഞി ഇറക്കണത്. എന്നിട്ട് ആ കുട്ടി കുടിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ അടിക്കും, ചീത്ത പറയും അല്ലെ. രാത്രിയൊക്കെ അങ്ങോട്ട് ഉറക്കണതിന് മുമ്പ് നമ്മള് ആ പണി അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ടാ നമ്മൾ എടുക്കണത്. അപ്പൊ അതിനൊന്നും ആവശ്യമില്ല. ഒരു ഫ്രീ ആക്കി വിടുന്നതിനനുസരിച്ച് നമ്മൾ ഫ്രീ ആവും എന്നുള്ളതാണ്. കാരണം അവർ നമ്മളാണ് ഫ്രീ ആക്കി വിടണം. വിശക്കുമ്പോ കഴിച്ചോട്ടെ, ഉമ്മ ഭക്ഷണം തരീന്ന് പറയുമ്പോ നമ്മൾ കൊടുക്കുക. ചില ഉമ്മമാരെ വിചാരം പറഞ്ഞാൽ കുട്ടികളെ നല്ലോണം നോക്കുക എന്ന് പറഞ്ഞാല് ഓരെ പിന്നാലെ ഇങ്ങനെ CCTV പോലെ നടക്കുക. അത് ചെയ്യല്ലോ, അവിടെ കേറലേ വീഴും, ഇവിടെ കേറലേ വീഴും, അത് എടുക്കല്ലേ മുറിയാവും, ഇത് എടുക്കല്ലേ, ഇതൊക്കെ പറഞ്ഞ അവരെ നല്ലോണം ഇങ്ങനെ നോക്കുക. അതാണ് നല്ലോണം നോക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് കുറെ ആളുകളെ വിചാരം. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കുക, ഒക്കെ ഹൈ ക്വാളിറ്റി മാത്രം കൊടുക്കുക, നല്ല സ്കൂളിൽ ചേർക്കുക, നല്ലോണം പഠിപ്പിക്കുക. ഇതാണ് നല്ലോണം നോക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരുപാട് ആളുകളുടെ വിചാരം. അതെല്ലാം നല്ലോണം നോക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടോ? എന്തും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് നമ്മൾ അവരെ വളർത്തുന്നുണ്ടോ? നമ്മൾ അവരെ കൂടെ കളിക്കുന്നുണ്ടോ? അവരെ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നല്ലോണം നോക്കുക എന്ന് പറഞ്ഞാല്. ഒരുപാട് പാരന്റ്സ് കണ്ടിട്ടുണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കുക, അലക്കുക, ചിക്ക, വൈകുന്നേരം വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കുക, ഡ്രസ്സൊക്കെ പോകുമ്പോൾ ഇസ്തിരി ഇട്ടേക്കുക, ബാഗൊക്കെ പാക്കാക്കിക്കുക. ഇതാണ് നല്ലോണം നോക്കുക. അവസാനം എന്താവുക, നമ്മളാണ്ട് കൊഴങ്ങും അല്ലെ. നമ്മള് പറ്റ ക്ഷീണിക്കും. ഇതെല്ലാം കൂടെ ഒരു 4 മക്കളെ 4 അക്കുതൊക്കെ സെറ്റ് ചെയ്യുമ്പോക്ക് നമ്മളിങ്ങോട്ട് ക്ഷീണിക്കും. അപ്പൊ ഒരു പഠിക്കാഞ്ഞാൽ എന്താവും, അനക്കതെല്ലാം കൂടി ഒരുക്കി തന്നിട്ട് ഞാൻ അങ്ങനായി ഇങ്ങനായി എന്നിട്ട് ഇങ്ങനായി എന്ന് ചീത്ത ചീത്ത. എങ്ങനെ ഇവർക്ക് വീട്ടിൽ കയറാമെന്ന് കയറിയ ഒരു സൗകര്യം ഇല്ല. അപ്പൊ ലാസ്റ്റ് ടൈം കയറാന്ന് വിചാരിച്ചു ഒരു കാത്തിക്കും. വീട്ടിലെത്താൻ ഒരു ലേറ്റ് ആവും. നേരെ മറിച്ച് വളരെ ഫ്രീ ആയി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫ്രീ ആക്കി വിടുക. അവരെ സാധനങ്ങൾ അവരെടുത്തിട്ട്, എന്റെ അർത്ഥം നാളെ മുതൽ എന്റെ സാധനങ്ങളൊക്കെ ചേർക്കല് അത് സ്വിച്ച് ഇട്ട പോലെ ഇതെല്ലാം ഓഫ് ആക്കലല്ല, മറിച്ച് മെല്ലെ 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 അവർക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുക്കുക. അമ്മന്റെ കുട്ടിന്റെ ബാഗ് ചോറ്റുപാത്രമൊക്കെ കൊണ്ടുവച്ചാണ് ഇത് 2 ആഴ്ച പറഞ്ഞാണ്ട് 3-ാമത്തെ ആഴ്ച എന്നാ ഈ ചോറൊന്നാക്കിക്കാന്ന് പറഞ്ഞാൽ ഒരാക്കും. എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവരൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അയ്യ അത് ചെയ്തെന്നുകൊണ്ട് ഉമ്മാക്ക് കുറെ ആക്കായി, കുറെ സമാധാനമായി, കുറെ ആശ്വാസമായി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്തു തരാനുള്ള ടെൻഡൻസി വരും. അവര് കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തരായിരിക്കും. അവര് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് തളർന്നു പോയാൽ നമ്മുടെ സ്ഥാനത്തേക്ക് കയറി വരാൻ വരെ പ്രാപ്തരായ കുട്ടികളാ അപ്പൊ ഉണ്ടാവുക. നമ്മളൊന്നും ഇല്ലാന്ന് വിചാരിച്ചാല് എനിക്കറിയില്ല അതിന്റെ ഡ്രസ്സ് എവിടെ ഉണ്ടാവുക, അത് ഉമ്മയാണ് എടുത്തരല്. എനിക്കറിയില്ല വെള്ളം എവിടെന്നാ കിട്ടുക, അത് ഉമ്മയാണ് എടുത്തരല്. എനിക്കറിയില്ല എന്റെ ബുക്ക് എവിടെയാണുള്ളത്, എന്റെ ടൈം ടേബിൾ ആരും എടുത്തുവെച്ചെന്നില്ല, എന്റെ ഉമ്മ വീണെടുക്കായതുകൊണ്ട് എന്റെ ടൈം ടേബിൾ എടുത്തൊക്കെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയേണ്ടി വരുന്ന അവസ്ഥ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് നമ്മൾ നോക്കി നോക്കിയിട്ടാണ് വഷളാക്കിയിട്ട. എന്റെ അർത്ഥം നോക്കരുതെന്നോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കരുതെന്നോ ഒന്നുമല്ല, അവരെ കാര്യങ്ങൾ ചെയ്യാൻ കൂടെ നമ്മളൊന്ന് പ്രാപ്തരാക്കി കൊണ്ടുവരണം എന്ന് മാത്രമാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ മിസ്റ്റേക്കുകൾ പറ്റും, തോറ്റുപോകും, പരീക്ഷകളിൽ മാർക്ക് കുറയും. പക്ഷെ ഇതൊന്നും ജീവിതത്തിന്റെ അവസാനത്തെ വാക്കല്ല എന്ന് കൂടി പഠിപ്പിക്കണം. ചില കുട്ടികളുണ്ട് 1-ാം ക്ലാസ് മുതലേ ഫസ്റ്റ് 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 വാങ്ങി നമ്മൾ അവരെ നല്ലോണം പഠിപ്പിച്ച് കൊണ്ടുപോകും.
ഉമ്മാരെ വിചാരം എന്താ വെച്ചാൽ ഫസ്റ്റ് ആയല്ലോ അതിന്. എന്നിട്ട് പഠിപ്പിച്ച് 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 ഫസ്റ്റേനാവണം. ജീവിതത്തിൽ ഒരു സ്ഥലത്ത് താവാൻ പറ്റില്ല, എവിടെയും നമ്മൾ കുറയാൻ പറ്റില്ല. എന്റെ കുട്ടി ഏറ്റവും ടോപ്പ് ആവണം, എന്തിനു പങ്കെടുത്താലും അതിലൊക്കെ എന്റെ കുട്ടി ടോപ്പ് ആവണം എന്നുള്ള നമ്മുടെ ഒരു ഈഗോന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് വരുന്ന നമ്മുടെ ഈ പരിപാടികൾ കൊണ്ട് കുട്ടിയൊക്കെ സംഭവിക്കണം എന്താ വെച്ചാല്, ഒരു പരീക്ഷയ്ക്ക് 2 മാർക്ക് അങ്ങോട്ട് പറയുമ്പോഴേക്ക് ആ കുട്ടി ആകെ ടെൻഷൻ ആവും, ആകെ കൂടി ഡിപ്രസ്ഡ് ആവും. ആ കുട്ടിക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുത്ത് ആ കുട്ടികളെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് സങ്കടപ്പെടും, എന്റെ കുട്ടിക്ക് എപ്പോഴും ടെൻഷനാ, എന്റെ കുട്ടിക്ക് എപ്പോഴും ബേജാറാണ് എന്നിട്ട് നമ്മളും ബേജാറാവും. പക്ഷെ അത് ആരാ ഉണ്ടാക്കിയത്? നമ്മൾ തന്നെയാണ്. ഇടക്ക് പരീക്ഷക്കൊക്കെ ഒന്ന് മാർക്ക് കുറയാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണം. എന്നിട്ട് അതിന്ന് കയറി വരാൻ അവരെ പഠിപ്പിക്കണം. ഇന്നല്ലേ എൻ്റെ അടുത്ത് പാളി പോയത്, ഓക്കെ നമുക്ക് ഇനി ഈ കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോവാട്ടോ എന്ന് നമ്മൾ നമ്മളെ കുട്ടികളോട് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചാ. 2 മാർക്ക് കുറഞ്ഞു വന്നാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ എക്സാം പേപ്പർ കിട്ടണമെന്ന് പോവാൻ പേടിയാണ്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ജീവിതത്തിന്റെ അവസാനത്തെ വാക്കേ അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ശാസ്ത്രജ്ഞന്മാരെ കഥയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്കൂളിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുള്ള ആളുകളാണ്. കാരണം വെച്ചാൽ അവരെ സ്കൂളിലെ ചിന്തകൾക്ക് മാച്ച് ആവാത്തോണ്ടാ അവരെ പുറത്താക്കി. വീട്ടിൽ വന്നിട്ടുള്ള സമയത്ത് പാരന്റ്സും കൂടെ എന്നെക്കൊണ്ട് ഞാൻ കുഴങ്ങിക്കണിച്ച, അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോന്നും എവിടെ എത്തൂലേന്. എനിക്ക് ഞാനുണ്ടായ സാരല്ലേ, അമ്മച്ചിക്ക് അന്ന് മനസ്സിലാവും, എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ആ മാർക്കൊന്നും കാരണം നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് പിടിക്കാം, ഞാൻ എന്റെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൂട്ടുകാരനും കൂട്ടുകാരിയുമായി നമ്മൾ അവരെ കൂടെ ഇരിക്കുമ്പോൾ അവർ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഇതൊക്കെയാണ് മൊത്തത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എപ്പോഴെങ്കിലും ഒക്കെ ടാസ്കുകളൊക്കെ തരുമ്പോൾ അത് നിങ്ങൾ ചെയ്യാം. അത് ചെയ്യാൻ പറയണത് എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ ചിന്തകൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ വീട്ടിൽ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നല്ല കുട്ടി എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങളോടൊന്ന് പറയാനോ എഴുതാനോ ഒക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിലൊന്നും നിങ്ങൾ ചിന്തിക്കാനും, തലച്ചോറിനാണ് പണി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു, നമ്മളിത് മറന്നു. പക്ഷെ നമ്മൾ ഉള്ളിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം ആകുമ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരും. അപ്പൊ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത്, സ്കൂളിൽ നിന്ന് ഒരു കുട്ടി മുറ്റത്ത് വീണപ്പോ അവള് ഓടി ചെന്നിട്ട് നോക്കി നടക്കണ്ടേ ഞാൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുറച്ച് ചീത്തരം പെട്ടെന്ന് ഇവക്ക് ഓർമ്മ നല്ല ഒരു കുട്ടിനോട് ഇങ്ങനെയാണോ പറയാ, സാരില്ല കേട്ടോ പോയി കേകിട്ട് വാ, നമുക്ക് മരുന്ന് വെക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്, നമ്മളെ ബോധ മനസ്സ് മാത്രമാണ് ചിന്തിക്കുന്നത്. ബോധ മനസ്സിനാണ് കാര്യങ്ങളും കാരണങ്ങളും എല്ലാം വേണ്ടത്. നമ്മൾ ഈ എപ്പോഴും നമ്മളുള്ള ബോധത്തിന് അല്ലെ, ഞാൻ റോഡ് മുറിച്ച് കിടക്കണോ, ഞാൻ ഉറങ്ങാൻ സമയമായോ, ഞാൻ ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്ന ഈ സാധാരണ പുറമേ കാണുന്ന മനസ്സിനാണ് കാര്യങ്ങളും കാരണങ്ങളും വേണ്ടത്. അല്ലാതെ നമുക്കൊരു മനസ്സുണ്ട്, നമ്മളെ ഉള്ളിലുള്ള ഒരു മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതൊരു എന്താ പറയാ, നമ്മൾ ഐസ്ബർഗ് എന്നൊക്കെ പറയില്ലേ, മറ്റേ ടൈറ്റാനിക് സിനിമയില് കപ്പലിടിച്ച അതിന്റെ മോൾഭാഗം മാത്രമാണ് നമ്മളിങ്ങനെ കാണുക. ആ മോൾഭാഗമാണ് നമ്മളെ പുറമെ കാണുന്ന നമ്മളെ മനസ്സും ചിന്തകളും. അതിന്റെ അടിയിക്ക് വലിയൊരു മല ഉണ്ട്. അത്രയുമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആഴവും പരപ്പും വിസ്താരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ കൊടുക്കുന്ന എല്ലാ കാര്യവും ചിന്തിക്കുകയേ ചെയ്യാതെ ഉള്ളോട്ട് എടുക്കുന്ന അത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി, അപ്പൊ നമ്മൾ അയ്യോ ഇങ്ങനല്ലേനല്ലോ ഞാൻ ഈ സമയത്ത് പെരുമാറേണ്ടത്, ഇത് ഇങ്ങനല്ല മറ്റേ പോലെ ഇതിന് വേണ്ടിയത്. അങ്ങനത്തെ ഒരു തിരുത്തുന്ന ചിന്ത 2-3 പ്രാവശ്യം ചിന്തയായി മാത്രം നമ്മുടെ സബ് കോൺഷ്യസ് കയറിയാൽ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചിന്തിക്കണത് എന്തോ കുഴപ്പമുണ്ടല്ലേ, ഇവരെന്താണ് പകുതി ചിന്തിച്ച് ഇങ്ങനെ സ്റ്റക്ക് ആവണത്, അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ, ഓക്കെ എന്നാ പിന്നെ നിർത്താം. അപ്പൊ ആ അത്ര ചെറുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ചിന്തകളെ കുറിച്ചും നമ്മളെ പ്രവൃത്തികളെ കുറിച്ചും നമ്മളൊന്ന് ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ബോധവാന്മാരായിരിക്കുമ്പോ നമ്മളെ കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ സമാധാനം ഉണ്ടാവും. ഫുൾ ഫ്രീ ആയിരിക്കും നമ്മള്. നമ്മളെ കുട്ടികളാണെങ്കിലോ എന്തിനും ഏബിൾ ആയിട്ടുള്ള കുട്ടികളും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ആർക്കെങ്കിലും പാരന്റിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് ചെയ്യേണ്ട പണിയാണ് ശരിക്കും പാരന്റിങ് എന്ന് പറയുന്നത്. ആരും പഠിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ അംഗനവാടിയിൽ അമൃതപൊടിന്റെ പോലത്തെ എന്തോ ഒരു പൊടി കൊടുക്കൂലേ വയറ്റിലുള്ള ലേഡീസിനൊക്കെ, അതൊക്കെ കൊടുക്കുന്നതിന്റെ പകരം ശരിക്കും കൊടുക്കേണ്ടത് പ്രഗ്നന്റ് ആയ ലേഡീസിന് എങ്ങനെയാണ് നമ്മളൊരു
കുട്ടീനെ വളർത്തിയെടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു കുട്ടിനോട് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് ഒരു കുട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് വരെയുള്ള ക്ലാസ്സുകളാണ്. അത് കിട്ടുന്ന ഒരു രക്ഷിതാവ് ആ തുടക്കം മുതലേ ആ ആ രീതിയിൽ കുട്ടീനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് പണിയൊന്നും എടുക്കാണ്ടാവില്ല എന്നുള്ളതാണ് കുട്ടീന്റെ മേലെ. അല്ലാതെ നമ്മളെ കയ്യിൽ ഒരു സാധനം കിട്ടി, ഇപ്പൊ നമ്മൾ അതിനെ ഉപയോഗിച്ച് കേടെത്തി, എന്നിട്ട് നമ്മൾ പറയണം, ഓ ഇത് ആരെങ്കിലും ഒന്ന് നന്നാക്കി തന്നെങ്കിൽ, ഇത് നന്നാക്കാൻ ആരുമില്ല, ഇത് ആരാ ഇതിങ്ങനെ കേടെത്തിയത്, നിന്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ ഒരു അവസ്ഥ? ആരാ അതിന്റെ കുറ്റക്കാര്? നമ്മൾ തന്നെ അല്ലേ? നമ്മളെ അടുത്തുള്ള പാളിച്ചകൾ തന്നെയല്ലേ? ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ഫോണ്, ഇപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളെ കുട്ടികളെ കുറ്റം പറയാൻ പാടില്ല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മളിപ്പോ ആപ്പിൾ ഫോണിനെ കുറ്റം പറയുകയാണെങ്കിൽ, എന്തൊരു ഫോണാണ് ഇത്, ഇങ്ങോട്ട് തൊട്ടാ അങ്ങോട്ട് പോണ്, അത് ഇത് മറ്റേത് മറിച്ച് കുറേ കുറ്റം ആപ്പിൾ ഫോണിനെ പറഞ്ഞാല്, ഒന്ന് നമ്മൾ അതിനെ കുറ്റം പറയുന്നത് അതിന്റെ കമ്പനീനെയാണ്, അല്ലെ? അത് ഉണ്ടാക്കിയ ആൾക്കാരെ. അതേപോലെ നമ്മളെ കുട്ടികൾ നമ്മൾ കുറ്റം പറയണമെങ്കിൽ ഒന്നാമത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രോഗ്രാം ചെയ്ത, അതിനെ സൃഷ്ടിച്ച ശക്തി ഏതോ അതിനെയാണ്. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ ഐഫോൺ വീണ് പൊട്ടിക്കണത്, അതിന് സ്ക്രാച്ച് ഉണ്ട്, അതിന് മെമ്മറി ഇല്ല, അതിനാകെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയാ? നമ്മളല്ലേ കുറ്റം പറയാ? അല്ലെ? ഞാനത് മര്യാദക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അത് കേടന്നിട്ടുണ്ടാവുക. അപ്പൊ രണ്ടാമത് നമ്മൾ നമ്മളെ കുട്ടികളെ കുറ്റം പറയുമ്പോ ആരെയാണ് ശരിക്കും കുറ്റം പറയണത്? നമ്മളെ തന്നെയാണ്. കാരണം നമ്മളാണ് ഇവരെ നോക്കി നോക്കി അടക്കാക്കിയത്. അപ്പൊ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നമ്മളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തന്നെ പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് പഠിച്ചും പോലും നമ്മളോട് പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടീന്റെ പൊരുത്തം, കുട്ടീന്റെ സ്വർഗ്ഗം നമ്മളെ കാലിന്റെ അടിയിലാണെന്നുള്ള പവർ നമുക്ക് തന്നത് ഓരെ നെട്ടിക്കാനും ഭീഷണിപ്പെടുത്താനും ഒന്നും അല്ല, വാരിക്കോരി കൊടുത്തോളി എന്ന് പറയാനാണ്. നിങ്ങളെ കയ്യിൽ തന്നാണ് ഓർക്കുള്ള പൊരുത്തം, അനുഗ്രഹം, എങ്ങനെ ഓരാവണം എന്നതിനൊക്കെയുള്ള ചാവി നിങ്ങളതിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞാണ്ടാ തന്നത്. നമ്മൾ നേരെ തിരിച്ചത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മളെ ചിന്തയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാതിരിക്കുക. അടുത്തൊരു പാരന്റ്സ് മീറ്റിംഗ് നിങ്ങളെ കുട്ടികളെ സ്കൂൾക്കൊക്കെ നിങ്ങൾ പോവാണെങ്കിൽ കുട്ടികളുടെ പേരക്കുട്ടികൾക്കൊക്കെ അത് ബാധകാട്ടോ. അമ്മമ്മമാർ വലിയമ്മമാർക്കൊക്കെ നല്ല പങ്കുണ്ട്. ഗ്രാൻഡ് പാരന്റ്സ്, ഇതൊരു ഉമ്മ അല്ല, വാപ്പാക്കും അതേപോലത്തെ പങ്കുണ്ട്. അപ്പോ നമ്മള് പോകുന്നുണ്ട് ഒരു മീറ്റിങ്ങിനൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ടീച്ചറോട് ഈ പ്രശ്നമൊക്കെ പറഞ്ഞ ടീച്ചർ എന്താക്കാനാ? നിങ്ങൾ ഇതെല്ലാം കൂടി ആക്കി വെച്ച് ഓളാക്കി വെച്ച് നിങ്ങൾ ഇതിനൊന്ന് നന്നാക്കി തരീന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്ന നിങ്ങളൊക്കെ വിചാരിച്ചത്? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കുട്ടീന്റെ ഒരു നല്ല ക്വാളിറ്റി ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് അത് പറയാൻ കണക്കാക്കി പോവാ. കുട്ടീന്റെ മുമ്പിൽ വെച്ച് മിസ്സിനോട് പറയാം, മിസ്സേ ഇവൻ ഇങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവൻ ആള് പൊളിയാണ്, ഇങ്ങനെ ചെയ്യാൻ അറിയാം, അവൻ അതറിയാം ഇതറിയാം എന്നൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. അവർക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ട്, അല്ലെ? അവരിങ്ങനെ ശരിയാണ്, എനിക്ക് ഇതിനൊക്കെ ഉള്ള കഴിവുണ്ട്. അപ്പൊ അവർക്ക് അത് പിന്നെയും ചെയ്തു വെക്കാനുള്ള ഒരു ടെൻഡൻസി വരും, അവർക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് കുട്ടികളെ നന്നാക്കാൻ നോക്കുക, കത്തിയും കോലും കടാരിയൊക്കെ എടുക്കുന്നതിന്റെ പകരം. അപ്പൊ നല്ല കുട്ടികൾ ഉണ്ടാവും, നമുക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാവും, അവർക്കും സമാധാനം ഉണ്ടാവും, മൊത്തത്തിൽ സമാധാനം ഉണ്ടാവും. അപ്പോ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. ഞാൻ ഫീഡ്ബാക്ക് എടുക്കുന്നില്ല. എന്റെ കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് വളരെ കുറവാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ചാർജർ എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ഡൗട്ടും ആരും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സെഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഒന്നും പരിഗണിക്കാതിരുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചാറ്റ് ചെയ്യുക, സംസാരിക്കുക. നമ്മൾ ഷെയർ ചെയ്യുന്ന